പാലക്കാട്ടെ CPIM-ലെ തർക്കത്തിനിടെ ജില്ലാ നേതൃത്വത്തോട് കലഹിച്ച് പാർട്ടി വിട്ടവരെ കൂടെ കൂട്ടാൻ ഒരുങ്ങി PK ശശി. CPIM പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അബ്ദുൽ ഷുക്കൂറുമായി DMF നേതാക്കൾ ചർച്ച നടത്തി. ജില്ലാ നേതൃത്വത്തിനെതിരായ പോരാട്ടത്തിൽ കൂടെ നിൽക്കണമെന്ന് DMF നേതാക്കൾ ആവശ്യപ്പെട്ടെന്നാണ് വിവരം. സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സച്ചിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സരിക, കഴിഞ്ഞ ദിവസമാണ് CPM-ന്റെ പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ അബ്ദുൽ ഷുക്കൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നത്. പ്രധാനമായും CPIM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവുമായുള്ള കലഹത്തിനെ തുടർന്നാണ് ഇത്തരത്തിൽ രാജിവെച്ചത് എന്നാണ് അബ്ദുൽ ഷുക്കൂർ വ്യക്തമാക്കിയത്. തുടർന്ന് അബ്ദുൽ ഷുക്കൂറിനൊപ്പം കഴിഞ്ഞ ദിവസം 25ഓളം പേർ പാർട്ടി വിടുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിൽ CPM-നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അബ്ദുൽ ഷുക്കൂറിൻ്റെ രാജിയും അതേപോലെ തന്നെ ഒപ്പമുള്ള മറ്റ് നേതാക്കളുടെ രാജിയുമൊക്കെ. ആ സമയത്താണ് ഇപ്പോൾ പാലക്കാട്ടെ വിമത നേതാവ് കൂടിയായിട്ടുള്ള PK ശശിയുടെ നേതൃത്വത്തിൽ DMF നേതാക്കൾ ചർച്ച നടത്തിയിട്ടുള്ളത്. DMF-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സതീഷ് കൊഴിഞ്ഞാമ്പാറ സതീഷിൻ്റെ നേതൃത്വത്തിലാണ് അബ്ദുൽ ഷുക്കൂറുമായി ചർച്ച നടത്തിയിട്ടുള്ളത്. അവർ പ്രധാനമായും ഈ മാസം 14-ാം തീയതി പാലക്കാട് വെച്ച് നടക്കുന്ന ജില്ലാ കൗൺസിലിലേക്കടക്കം അബ്ദുൽ ഷുക്കൂറിനെയും ഷുക്കൂറിനൊപ്പം രാജിവെച്ച് പാർട്ടി വിട്ടവരെയും ഈ യോഗത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ CPM-നെതിരെ വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ ഒരു സംഗമം വിളിച്ചു ചേർക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് DMF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പ്രാഥമിക ഘട്ടം എന്ന രീതിയിൽ തന്നെയാണ് CPM-മായി ഇടഞ്ഞു നിൽക്കുന്ന അബ്ദുൽ ഷുക്കൂറിനെയും മറ്റ് പ്രവർത്തകരെയും 14-ന് നടക്കുന്ന യോഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി PK ശശി അനുകൂലികൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി DMF-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സതീഷാണ് അബ്ദുൽ ഷുക്കൂറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. എന്തായാലും CPM-നെ പ്രതിരോധത്തിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലേക്ക് ഈ CPM-ൽ നിന്നും വിട്ടവരും തയ്യാറാവുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. PK ശശിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സരിക. ശരി, സച്ചിൻ വള്ളിക്കാടാണ് വിശദവിവരങ്ങൾ നൽകിയത്.